ഹൗ ടു ബിൽഡ് എ ബെറ്റർ ലൈഫ്. ആ അടുത്ത മാസത്തെ അവധികൾ അളിയാ, അവധി കുറച്ച് കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. അപ്പൊ അടുത്ത മാസം പ്രോഗ്രാമുകളൊക്കെ നോക്കി ചാർട്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഞാൻ ഒന്നുകൂടി പി ജിക്ക് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കാം. അത് ഈ വർഷം അസോസിയേറ്റ് ആവുമ്പോഴേക്കും അതൊരു തീരുമാനം അത്ര നല്ലതല്ല. കാരണം പുതിയ കട്ട് ഓഫ് വെച്ചിട്ട് 0 പോലും അല്ല. അതെ, -40 നീറ്റ് പി ജി കട്ട് ഓഫ് -40 നിന്നും താഴെയുള്ള -40. അപ്പൊ അളിയൻ അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് നല്ലതാണോ അതോ ഇന്ന് പി ജി പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അളിയ അതങ്ങനെയല്ല. അതായത് MBBS എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ലൈസൻസിങ് എക്സാം പോലെ കണ്ടാൽ മതി. MBBS അതായത് 4.5 വർഷം MBBS പഠിച്ചു, എല്ലാ പരീക്ഷകളും 10-21 സബ്ജക്റ്റുകളുണ്ട്. ആ പരീക്ഷകളിൽ ഏകദേശം എല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് 26ഓളം പരീക്ഷകൾ എഴുതുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ പഠിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് പാസ്സായി 1 വർഷം ഇന്റേൺഷിപ്പും കൂടെ ചെയ്തു. എന്നിട്ട് നിങ്ങളെ നമ്മുടെ സമൂഹത്തിനെ ചികിത്സിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു വരികയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മനീഷ അവിടെ ഇതൊന്നും MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈസൻസിങ് എക്സാമാണ്. നീറ്റ് PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് PG സീറ്റുകളിലേക്ക്, ഏകദേശം ഒരു 80,000 PG സീറ്റുകളിലേക്ക് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ നടന്ന ഒരു എക്സാം. പക്ഷേ ഇതല്ലേ ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് ഹൗസ് സർജൻസി കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്ത അങ്ങനെയുള്ള കുട്ടികൾക്ക് ശരിക്കും ഒരു നിരുത്സാഹം വരില്ലേ? അത് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനീഷ ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്കും ഏകദേശം 18,000ഓളം സീറ്റുകൾ വേക്കന്റ് ഉണ്ട്. അപ്പൊ ആ സീറ്റ് വേക്കന്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റിനല്ലേ നമുക്ക് നഷ്ടപ്പെടുന്ന മനീഷ, അതൊരു കാര്യമല്ലേ. അപ്പം ഇത് എന്നുള്ളത് ഒരു യോഗ്യത നിർണ്ണയിക്കുന്ന സംഗതി അല്ല, അത് ഓൾറെഡി നിർണ്ണയിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അല്ലെ. അത് ഇനിയിപ്പം ഈ നീറ്റ് PG എഴുതാത്ത കുട്ടികൾ അവർക്ക് ഏതൊക്കെ കൺട്രീസിലേക്ക് പോകാൻ പരീക്ഷ? ഓസ്ട്രേലിയയിലോട്ട് പോവാം, എയിംസ് എഴുതാം, UK പ്ലാബ് എഴുതി പോവാം, US USML എഴുതി പോവാം. ഇനിയിപ്പം എവിടെയാ, ജർമ്മനിയിലോട്ടാണെങ്കിൽ ഇതൊന്നും വേണ്ട, ജർമ്മൻ ഭാഷ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ യോഗ്യതയില്ലേ? യോഗ്യതയുണ്ട്. ഇപ്പൊ നീറ്റ് PG എന്നുള്ളത് എന്താണ്? അത് തന്നെ ഒരു എക്സാം, അത്രയും സീറ്റുകൾ ഫില്ല് ചെയ്യാൻ പാകത്തിന് മാത്രമുള്ള എക്സാം. എനിക്ക് ഇനി ഒരു സംശയം, എന്തുകൊണ്ട് ഇത്രയും വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? PG സീറ്റ് എടുക്കാൻ ആളില്ല, അതിനൊരു വ്യക്തമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനീഷ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും സ്ട്രെസ്സിൽ കൂടെ നീറ്റ് PG പാസ്സായി 3 വർഷം PG എക്സാം എടുത്തു കഴിഞ്ഞ് വീണ്ടും ഒരു കൺസൾട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു AP ആയിട്ടോ അല്ലെങ്കിൽ SR ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് ഈ രാജ്യത്തുള്ളത് അല്ലെ? അവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നില്ല, അവര് പിന്നെ ജീവിക്കുന്ന എൻവയറമെന്റ് വളരെ ഹോസ്റ്റൈലാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ വേറെ ഉണ്ടല്ലോ. അവരുടെ നമ്മുടെ ഡിഗ്രീനെ മാനിക്കുന്നു, നമ്മുടെ ഡിഗ്നിറ്റീനെ മാനിക്കുന്നു. അപ്പൊ അങ്ങോട്ട് പോകും. അപ്പൊ ഇനിയും കൂടുതൽ സീറ്റുകൾ വേക്കന്റ് ആവാനാണ് ചാൻസ്. അതിനർത്ഥം പ്രശ്നമല്ല, അതൊരിക്കലും ഒരു പ്രശ്നമല്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെയോ കുറച്ച് കുഴപ്പങ്ങളില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഉണ്ടാവും